സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേര് മൂൺ ആൻഡ് സ്റ്റാർസ്, തിങ്കളും താരങ്ങളും. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മൂണിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? ആകാശത്തില് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക? നമ്മുടെ കണ്ണുകൊണ്ട് എന്തൊക്കെയാണ് കാണാൻ കഴിയുക? ചന്ദ്രനെ കാണാം, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ രാത്രി കാലങ്ങളിൽ കാണാം, സൂര്യനെ കാണാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ആകാശത്ത് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്, സൂര്യൻ രാവിലെ കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുകയാണ് എന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ നമുക്ക് വേറൊന്ന് പറയാം. നമ്മൾ ഈ പകൽ സമയങ്ങളിൽ ആകാശത്ത് നമ്മൾ സൂര്യനെ കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ എവിടെയായിരിക്കും? നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ വേറെന്താണ്? നമുക്കറിയാം ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങള് ഓരോ ദിവസവും അതിന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കും? ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നാണ്. എങ്ങനെയാണ്? നമുക്ക് അതിനായിട്ട് ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്താണ്, ഒരു ഗ്ലോബ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ബൾബ് എടുക്കുക. ഈ ഗ്ലോബ് നമ്മൾ ഭൂമിയായി സങ്കല്പിക്കുക. അതുപോലെ തന്നെ ഈ ബൾബ് നമ്മൾ സൂര്യനായിട്ടും സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ്, ഈ ഗ്ലോബിന്റെ ഉത്തര ധ്രുവം വടക്ക് ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ്, ഉത്തര ധ്രുവത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നിരീക്ഷിക്കുക. ഇവിടെ എന്താണ്, നമ്മള് ചുറ്റുഭാഗം ഇരുട്ടാക്കി നമ്മൾ ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ എന്താണ്, ഈ ബൾബ് നമ്മൾ സൂര്യനായിട്ടാണ് പറയുന്നത്. അപ്പം ഈ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മൂലം ഗ്ലോബിൽ നമുക്ക് എന്താണ്, പ്രകാശപൂരിതമായിട്ട് പ്രകാശം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാലും നമ്മൾ എന്താണ്, ഈ ഗ്ലോബ് നമ്മൾ ഇടത്തോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇടത്തോട്ട് തിരിക്കുമ്പോൾ എങ്ങനെയാണ്, ഈ സൂര്യൻ ആദ്യം സൂര്യൻ നിൽക്കുമ്പോൾ പ്രകാശം ഉള്ള സ്ഥലം അത് ഇരുട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളിവിടെ ഗ്ലോബ് ഇടത്തോട്ട് തിരിക്കുമ്പോൾ ഏത് ദിശയിലേക്കായിരിക്കും കറക്കം? നമുക്കത് പറയാം. എന്താണ്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അതിന്റെ കറക്കം എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനത്തിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായിട്ടുണ്ട്? നമുക്ക് പറയാം, ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഈ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എന്താണ്, ഭൂമിയുടെ പകുതി വീതം പ്രദേശങ്ങളിൽ ഒരേ സമയം രാത്രിയും പകലും അനുഭവപ്പെടുന്നു. ഭൂമിയുടെ ഒരു പകുതി രാത്രിയും മറ്റേ പകുതി എന്തായിരിക്കും, പകലുമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാണ് നമുക്ക് ഈ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് പറയാം, ദ എർത്ത് സ്പിൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി എർത്ത് റൊട്ടേഷൻ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ്ലി അപ്പിയർ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. അപ്പം ഈ ഒരു പാർട്ടില് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.